ഹലോ ഹായ് നമസ്കാരം. അപ്പം ഇന്നൊരു ബുധനാഴ്ച, പൊതുവെ ലീവായി. അപ്പം രാവിലെ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേറ്റത്. അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഓൾറെഡി വൈഫും കൊച്ചും പോയി. വൈഫ് ജോലിക്കും പോയി, കൊച്ചു സ്കൂളിലും പോയി. അപ്പം ഞാനിന്നിവിടെ വീട്ടിൽ ലീവായതുകൊണ്ട് പൊതുവെ അവൾ കറിയൊന്നും വെക്കാതാണ് പോയേക്കുന്നത്. അപ്പോൾ ചോറ് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളിപ്പോൾ വിളിച്ചു, എന്തേടി കറിയൊന്നും വെച്ചില്ലെന്ന് ചോദിച്ചപ്പോഴത്തേന് അവൾ പറഞ്ഞു, ചേട്ടാ ഇന്ന് ലീവല്ലേ, എന്നാൽ പിന്നെ എന്തെങ്കിലും കറി വെക്കുക ചേട്ടാ അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇച്ചിരി എനിക്ക് കൂടെ കൊണ്ടുതരാം. ഏത്? എന്നാൽ പിന്നെ കഞ്ഞിയും കറിയും അല്ല, കഞ്ഞിയോട് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് ഒന്നും തന്നെ കാണുന്നില്ല. ഞാൻ വെക്കുന്ന രീതിയിലുള്ള കറികൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സാധനം കാണുന്നില്ല. എന്നാൽ പിന്നെ ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് വന്ന് മീൻ കറി വെക്കാൻ നോർത്തു. അപ്പോൾ തൊട്ടടുത്ത് മാർക്കറ്റുണ്ട്, എന്നാൽ പിന്നെ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് വരാം. അങ്ങനെ വീട്ടിലെത്തി. എന്നാൽ പിന്നെ മീനൊക്കെ ഒന്ന് വാഷ് ചെയ്തേക്കാൻ നോക്കും. സിലോപ്പിയാണ് മേടിച്ചത്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്യട്ടെ. അങ്ങനെ മീനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം എല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിൽ തീ കൊടുക്കാം. എന്നിട്ട് ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് മതിയായിരിക്കും. അപ്പോൾ എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 3-4 ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഇച്ചിരി കടുകൂടി ഇട്ട് കൊടുക്കാം. അമ്മമാരൊക്കെ ഒന്ന് പൊട്ടട്ടെ. അമ്മ രണ്ട് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഇച്ചിരി വെളുത്തു. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ കൊച്ചുള്ളി അങ്ങ് ഇട്ടു. കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം ഒന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവർ ഒരു ശകലം നേരം ഒന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ ഏറെക്കുറെ സവാളയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ഫിഷ് മസാലയ്ക്കകത്ത് ഓൾറെഡി എല്ലാ ഐറ്റവും ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് വേറെ പൊടിയൊന്നും ഇടണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പേര് മുളകിട്ട മീൻകറി. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോ. അപ്പം ഇവനൊന്ന് മൂക്കട്ടെ, മസാല ഒന്ന് മൂക്കട്ടെ. അപ്പം ഏറെക്കുറെ നമ്മുടെ മസാലയെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കുക. അല്പമല്ല, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക.
ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവൻ കുറച്ച് നേരം ഇരുന്നങ്ങ് തിളക്കട്ടെ, ഒന്ന് ചൂടാകട്ടെ. കൂട്ടത്തിൽ ഒരു 2 ശകലം പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ചുമ്മാ കിടന്ന് കൊണ്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴാണ് അടുത്ത പണി. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് മീൻ പതുക്കെ ഇട്ടിട്ട് കൊടുക്കുക. മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലിൽ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവൻ ഇനി ഇവിടെ കിടന്നങ്ങ് തിളക്കട്ടെ. ഒന്ന് അടച്ചും കൂടെ കൊടുക്കാം. ഇനിയിപ്പം ഇവിടെ ഇരുന്നവനെ അങ്ങോട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഏറെക്കുറെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഈ മേളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. അതുപോലെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവൾക്ക് ഏറെക്കുറെ ചോറിനാർക്കെ ആയിട്ടുണ്ട്. ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, എന്തേ കറി ആയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം അവക്കെന്നാൽ കൊണ്ട് മീൻകറി കൊണ്ട് കൊടുത്തിട്ട് വരും.